ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെയിൽ സ്കൂപ്പ് മോഡലാണ്. എന്ന് വെച്ചാൽ വെയിൽ സ്കൂപ്പ് മോഡൽ നിങ്ങൾ എപ്പോഴും അധികം കേട്ട് കാണത്തില്ല. എന്നാൽ ഇത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ പല എൻട്രികളും എങ്ങനെ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നുള്ളത്. അതായത് വെയിൽ സ്കോപ്പ് മോഡൽ എന്ന് പറയുന്ന ഈ ഒരു എൻട്രി ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിട്ടുള്ളത് ലിക്വിഡിറ്റി ആയിട്ടാണ്. അതായത് ലിക്വിഡിറ്റി എവിടെ ഉണ്ടോ, അതായത് ഹെവി ലിക്വിഡിറ്റി, ഹെവി പെൻഡിങ് ഓർഡേഴ്സ് എവിടെ ഉണ്ടോ അവിടാണ് വെയിൽ സ്കൂപ്പ് മോഡൽ മെയിനായിട്ട് വർക്കാവുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യവും അത് വെച്ചിട്ട് എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ വെയിൽ സ്കൂപ്പ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെയിൽ സ്കൂപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു തിമിംഗലത്തിൻ്റെ ഒരു മുകൾ ഭാഗം പോലെ തന്നെ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് റിവേഴ്സ് ആവും. അതായത് ഇവിടെ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമുക്കിവിടെ ഈ ഒരു എൻട്രി മെത്തേഡ് പഠിക്കുമ്പോൾ കിട്ടുന്നത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ റിവേഴ്സൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതിൻ്റെ ആ ഒരു ഇനിഷ്യൽ പോയിന്റിൽ കൊണ്ട് നമുക്ക് ആ ഒരു എൻട്രി കിട്ടും. ഓക്കെ, അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണുക. അതായത് വിട്ടുവിട്ട് കണ്ടാൽ കാര്യങ്ങൾ കിട്ടത്തില്ല. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോർ മൈൻഡ് സെറ്റ്, അതായത് വെയിൽ സ്കോപ്പ് മോഡലിൻ്റെ കോർ മൈൻഡ് സെറ്റ്, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. അതായത് ഈ വെയിൽ സ്കോപ്പ് മോഡൽ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു റിവേഴ്സലൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ഒക്കെ ഫോം ആവും, ആ കാര്യം. പിന്നെ സ്പെസിഫിക് എൻട്രി മോഡൽസ്. ഓക്കെ, 2 ടൈപ്പ് എൻട്രി മോഡൽസ് ഉണ്ട്. പിന്നെ ടൈം ഫ്രെയിംസ്, ഏതൊക്കെ ടൈം ഫ്രെയിംസ് നമുക്ക് യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യമുണ്ട്. പിന്നെ ഫോം ഓഫ് വെയിൽ സ്കോപ്പ്, അതുപോലെ തന്നെ റിയൽ ചാർട്ട് എക്സാമ്പിൾസും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് കാര്യം ഈ കോർ മൈൻഡ് സെറ്റ് എന്താണ് ഈ ഒരു വെയിൽ സ്കോപ്പ് മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The key to fully understanding the Weyl scope model is recognizing that it involves a liquidity sweep and stop hunting of key static liquidity areas such as major high and lows, key supply and demand zone and so on. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നൊരു കാര്യം, ഇവിടെ ജസ്റ്റ് ഈ ഒരു ഇമേജിൽ ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഹൈ തന്നു, മാർക്കറ്റ് ലോ തന്നു, ഹയർ ഹൈ തന്നു, ദെൻ മാർക്കറ്റ് വളരെ സ്ലോ ആയിട്ട് വന്ന് ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് വന്നു, മിതിഗേറ്റ് ചെയ്തു. എന്നാൽ ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ദെൻ മാർക്കറ്റ് റിവേഴ്സായി പമ്പായി. ഓക്കെ, അപ്പം ഈ ഒരു വെയിൽ സ്കോപ്പ് മോഡലിൽ നമുക്ക് കിട്ടേണ്ട കാര്യം മാർക്കറ്റ് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ട് മാർക്കറ്റ് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ടുള്ള ആ ഒരു മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ഹെവി റിസ്ക് റിവാർഡ് റേഷ്യോ വിത്ത് ഹെവി കൺഫർമേഷൻ. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാര്യം എന്താണ്, എവിടാണ് ഈ ഒരു വെയിൽ സ്കോപ്പ് മോഡൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇമേജിൽ തന്നെ മാർക്കറ്റ് ഹൈ തന്നു, ലോ തന്നു, ദെൻ മാർക്കറ്റ് ഇവിടുന്ന് ഒരു പമ്പിങ് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി ഒക്കെ തന്നിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ നമുക്കൊരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു റേഞ്ചിലായിട്ട്. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഒക്കെ തന്ന് മാർക്കറ്റ് മൂവ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് സ്ലോ ആയിട്ട് വന്ന് ഈ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ, അതായത് ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്താൽ ഏകദേശം ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു റിവേഴ്സൽ മൂവ്മെൻ്റാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കുമ്പോഴാണ് അവിടെ ഒരു വെയിൽ സ്കൂപ്പ് മോഡൽ ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു വെയിൽ സ്കോപ്പ് മോഡൽ കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എൻട്രി എടുക്കണമെങ്കിൽ കുറച്ചധികം ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസും അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം എൻട്രി മെത്തേഡ്സും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലോ അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് വരുവാണെങ്കിൽ മാർക്കറ്റ് ഹൈയെ, അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ലോയെ മാർക്കറ്റ് ലിക്വിഡിറ്റി കൊണ്ട് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡിറ്റി എടുക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, when sell side liquidity is cleared out through a liquidity sweep or whale scoop, the price often move towards the buy side liquidity which aligns with the market overall direction. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വെയിൽ സ്കോപ്പ് മോഡൽ ഓക്കെ, ഈ ഒരു വെയിൽ സ്കൂപ്പ് മോഡൽ മാർക്കറ്റിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഓവറോൾ ട്രെൻഡ് മാറും.
ഓക്കെ, മാർക്കറ്റിൻ്റെ ആ ഒരു ഡിറക്ഷൻ മാറി മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വൈ ഡു വി കൺസിഡർ വെയിൽ സ്കോപ്പ് ആസ് എ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ്? എന്തുകൊണ്ടാണ് ഈ ഒരു വെയിൽ സ്കൂപ്പ് മോഡൽ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പാണ് എന്ന് പറയാനുള്ള കാരണം, അതായത് ഈ മാർക്കറ്റ് ഇങ്ങനെ അപ്സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കുറേയധികം സ്റ്റോപ്പ് ലോസുകളൊക്കെ ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വരുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ മുകളിലോട്ട് ബൈ സൈഡിലോട്ട് എൻട്രി എടുക്കുന്നവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസുകൾ അടിച്ചടിച്ചാണ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോൾ, അതായത് ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ മാർക്കറ്റ് മറ്റൊരു ഡിമാൻഡ് ഏരിയ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഡിമാൻഡ് സോണിൽ പെട്ടെന്ന് എൻട്രി എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നവരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസൊക്കെ ഹിറ്റാവുന്ന കാഴ്ചയൊക്കെയും നമുക്ക് കാണാൻ പറ്റും. അപ്പം കുറച്ചധികം കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ, ബിഗിനർ ടു ഒരു മീഡിയം ലെവൽ നിൽക്കുന്ന ട്രേഡേഴ്സിന് പറ്റുന്ന കുറച്ചധികം മിസ്റ്റേക്കുകളുണ്ട്. അതെല്ലാം നമുക്കിന്ന് കവർ ചെയ്തെടുക്കാം. ഫസ്റ്റ് കാര്യം, ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം ദ വെയിൽ സ്കോപ്പ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ, മാർക്കറ്റ് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ സിംഗിൾ ക്യാൻഡിലും ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാൻഡിലും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതൊരു കീ ഏരിയ ആണ്. ഓക്കെ, ഒരു കീ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഡിമാൻഡ് ഏരിയ ആവാം, അല്ലെങ്കിൽ ഒരു സപ്ലൈ സോൺ ആവാം. ആ ഒരു ഏരിയയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഈ സിംഗിൾ ക്യാൻഡിൽ കൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ മാർക്കറ്റ് മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് കൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പം അതിനർത്ഥം എന്ന് പറയുന്നത് മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുക്കുന്നു എന്നാണ്. ഓക്കെ, മാർക്കറ്റ് ആ ഒരു റേഞ്ചിന് അല്ലെങ്കിൽ ആ ഒരു ലോയ്ക്ക് താഴെയുള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു സപ്ലൈ സോൺ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഹൈക്ക് മുകളിലുള്ള, അല്ലെങ്കിൽ ആ ഒരു സപ്ലൈ ഏരിയ നോക്കുവാണെങ്കിൽ ആ ഒരു സപ്ലൈക്ക് ഹൈയിലുള്ള പെൻഡിങ് ഓർഡേഴ്സ് എടുത്തുകൊണ്ട്, അങ്ങനെ എടുക്കുമ്പോൾ അവിടെ ഒരു വെയിൽ സ്കൂപ്പ് ക്രിയേറ്റ് ആവും. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് കാര്യം ഇവിടെ നോക്കാനുള്ളത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഈ ഒരു വെയിൽ സ്കോപ്പ് മോഡൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു കീ ഏരിയയിലെ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ഫോം ആവുകയാണെങ്കിൽ, ഏത് രീതിയിൽ എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇതൊരു കീ ഏരിയ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കീ ഏരിയ ആണെങ്കിൽ ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഹൈ ബൈ ആണ്. ഓക്കെ, ബട്ട് മാർക്കറ്റ് താഴോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ക്യാൻഡിൽ നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ടിറങ്ങി താഴെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ ആ ഒരു സെല്ലിംഗ് പ്രഷർ മനസ്സിലാകും, അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തു എന്ന് മനസ്സിലാവും. ഓക്കെ, ദെൻ മാർക്കറ്റ് റിജക്ഷൻ തന്നിട്ടുണ്ട്, മാർക്കറ്റ് താഴോട്ടിറങ്ങിയിട്ടുണ്ട്. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഇതൊരു കീ ഏരിയ ആണെങ്കിൽ മാർക്കറ്റ് ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം മൾട്ടിപ്പിൾ റിജക്ഷൻ. ഒരു ബോഡി പോലും മാർക്കറ്റ് ആ ഒരു റേഞ്ചിന് മുകളിലോട്ട് പോയിട്ടില്ല. കംപ്ലീറ്റ് വിക്ക് കൊണ്ട് ആ ഒരു ലിക്വിഡിറ്റി പെൻഡിങ് ഓർഡേഴ്സ് എടുത്തുകൊണ്ട് മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് 2 എക്സാമ്പിൾസ് ആണ്. ഇനിയും ഒരു 2 എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു 2 പാറ്റേൺസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിശ്വാസം. കാര്യം ക്ലിയർ ആയിരിക്കണം. കാര്യങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ എൻട്രി എടുക്കുമ്പോൾ ലോസ് അടിക്കും. അപ്പം ഇവിടെ നോക്കുമ്പം അടുത്ത ഒരു കീ റേഞ്ചിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തേക്ക് നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ലോങ് ആയിട്ടുള്ള വിക്കാണ്. ഓക്കെ, നല്ല ലോങ് ആയിട്ടുള്ള വിക്കാണ്. അപ്പം ഇതിനു മുമ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുന്നില്ല. ബട്ട് ഈ ഒരു റിജക്ഷനിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ഓക്കെ, ബട്ട് അത് എത്രത്തോളം പോസിബിൾ ആവും എന്ന് നമ്മൾ നോക്കിയിരിക്കണം.
ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു റിജക്ഷന് ശേഷം, ഈ ഒരു ലോങ് വിക്ക് കൊണ്ടുള്ള റിജക്ഷന് ശേഷം നമുക്കിവിടെ ഒരു റെഡ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ആ ഒരു വെയിൽ സ്കൂപ്പ് അവിടെ വർക്കായി എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് റിവേഴ്സ് സൈഡിലോട്ട് എൻട്രി പുഷ് ചെയ്യാം. പക്ഷേ കുറച്ചധികം കാര്യങ്ങളൂടെ നോക്കേണ്ടതുണ്ട്, അത് ഞാൻ വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പം നെക്സ്റ്റ് ഇവിടെ ഈ ഒരു വെയിൽ സ്കൂപ്പിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തപ്പോൾ ഓക്കെ, ഈ ഒരു സെറ്റപ്പ് ഇവിടെ ക്രിയേറ്റ് ആയി. അവിടെ ഒരു നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ എത്രത്തോളം റിജക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. ഓക്കെ, ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽസ് ഉണ്ട്, ഫുള്ള് വിക്കാണ്, ബോഡി ഒന്നും മുകളിലോട്ട് കയറിയിട്ടില്ല. ഈ ഒരു 3 എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് മാർക്കറ്റ് നല്ല രീതിയിൽ വിക്ക് കൊണ്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബോഡി പോലും മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ടില്ല. ഒരു എക്സാമ്പിളേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്വഭാവം നിങ്ങൾ അറിയണം. അറിഞ്ഞില്ലെങ്കിൽ നാളെ വേറൊരു രീതിയിൽ മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് വേറൊരു രീതിയിൽ പാറ്റേൺ ക്രിയേറ്റ് ആയി മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകും. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾ നോക്കി വെച്ചാൽ അത്രയും ബെറ്ററാണ്. അതുകൊണ്ടാണ് ഈ 4 എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു തന്നത്. നെക്സ്റ്റ് കാര്യം, വെയിൽ സ്കൂപ്പ് എൻട്രി മെത്തേഡ്സ്. 2 ടൈപ്പ് വെയിൽ സ്കൂപ്പ് എൻട്രി മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ അഗ്രസീവ് എൻട്രി മോഡൽസ്, സെക്കൻഡ് വൺ കൺസർവേറ്റീവ് എൻട്രി മോഡൽസ്. എങ്ങനെയാണ് ഈ ഒരു അഗ്രസീവ് എൻട്രി മോഡൽസ് എന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ റിയൽ ചാർട്ട് സഹിതം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ അഗ്രസീവ് എൻട്രി മോഡൽ. We use a single time frame for both analysis and trade execution. This involves identifying the proper whale scoop pattern and executing order within the same time frame. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഒരു ലോ തന്നു, ഹൈ തന്നു, ദെൻ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ദെൻ മാർക്കറ്റ് നെക്സ്റ്റ് ഒരു ലോവർ ലോ തന്നില്ല, മാർക്കറ്റിന് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റുന്നില്ല, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി കയറി. അപ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ നോക്കേണ്ടത് ഇൻഡ്യൂസ്മെൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം ഞാൻ നേരത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് പോയി വാച്ച് ചെയ്താൽ മതി. ഓക്കെ, ഈ ഇൻഡ്യൂസ്മെൻ്റ് ഏരിയയിൽ ട്രേഡ് എടുക്കുന്ന സെൽ സൈഡിലോട്ട് എൻട്രി എടുക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ചറബറ ഇവിടെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുണ്ട്, പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറിപ്പോയി, അതായത് ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. അപ്പം ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു സപ്ലൈ സോൺ ഉണ്ട്. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ സോൺ വിത്ത് എഫിഷ്യൻസി, ഫെയർ വാല്യൂ ഗ്യാപ്സ്, സ്മാർട്ട് മണി ഇവിടെ വർക്കായിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു സപ്ലൈ സോൺ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സപ്ലൈ സോൺ കിട്ടുമ്പോൾ ഡയറക്റ്റ് ഈ ഒരു സപ്ലൈ സോണിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പം എൻട്രി എടുക്കുന്നവരുണ്ട്. ഓക്കെ, ദെൻ മാർക്കറ്റിൻ്റെ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്കും ആ ഒരു രീതിയും കണ്ട് അങ്ങനെ എൻട്രി നോക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ എൻട്രി നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ക്യാൻഡിൽ സ്റ്റിക്കും കാര്യങ്ങളും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളിവിടെ ഈ ഒരു സപ്ലൈ സോണിൽ ഇവിടുന്ന് എൻട്രി എടുത്തു, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, ചെറിയൊരു പ്രൊജക്ഷൻ കണ്ട് എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ എൻട്രി എടുക്കുവാണെങ്കിൽ എന്താ, കുറച്ച് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കും. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും. എന്തുകൊണ്ട്, മാർക്കറ്റിൽ ഇവിടെ ക്ലിയർ ആയിട്ട് വർക്കായിരിക്കുന്നത് മറ്റൊരു സ്ട്രാറ്റജി, മറ്റൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ വെയിൽസ് സ്കൂപ്പ് കൺസെപ്റ്റാണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഇങ്ങോട്ട് കയറി വരുന്നു, നമ്മൾ പറഞ്ഞതുപോലത്തെ ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആവുന്നു, ദെൻ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഗ്രസീവ് എൻട്രി മോഡലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 1 ഹവറിൽ നമ്മളൊരു സെറ്റപ്പ് ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്തു, ദെൻ നമ്മൾ 1 ഹവറിൽ തന്നെ ആ ഒരു കൺഫർമേഷനും കാര്യങ്ങളും നോക്കി എൻട്രി എടുക്കുന്നു. അതാണ് അഗ്രസീവ് എൻട്രി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ എൻട്രി എടുക്കാം, എവിടെ നിന്ന് എൻട്രി എടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ മാർക്കറ്റ് വന്നിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സപ്ലൈ സോണി മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് കയറി ആ ഒരു ലിക്വിഡിറ്റി എടുത്തു. മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം, അതായത് ഈ ഒരു വെയിൽ സ്കൂപ്പ് ക്രിയേറ്റ് ആയ ഈ ഒരു ഏരിയയിൽ, ഓക്കെ, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഈ രീതിയിൽ എത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, മാർക്കറ്റ് ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ, ഓക്കെ, അതിവിടെ വർക്കായിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ദെൻ ഒരു എൻഗുൾഫിങ് ക്യാൻഡിലും സെൽ സൈഡിലോട്ടൊരു എൻഗുൾഫിങ് ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു എൻഗുൾഫിങ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ക്ലോസിൽ നിങ്ങൾക്ക് എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കാം, ഈ ഒരു റിജക്ഷന് മുകളിൽ വെക്കാം.
ഓക്കെ, മാർക്കറ്റ് താഴോട്ടിറങ്ങി വരും. കാര്യം അവിടെ അത്രയധികം പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് അഗ്രസീവ് എൻട്രി മോഡലിൽ എൻട്രി പുഷ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് 1 hourലോ 4 hourലോ ഒക്കെ മാർക്കറ്റിൽ ആ ഒരു സെറ്റപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഡിമാൻഡ് സോണിലോ സപ്ലൈ സോണിലോ ഒക്കെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് മാർക്കറ്റിനെ വാച്ച് ചെയ്ത് മാർക്കറ്റ് നോക്കിയതിന് ശേഷം ആ ഒരു വെയിൽ സ്കോപ്പ് മോഡൽ ക്രിയേറ്റ് ആവുന്നു എന്ന് നോക്കുക. അങ്ങനെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് അത്രയും പെൻഡിങ് ഓർഡേഴ്സ് എടുത്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് പുഷ് ചെയ്യും. ഓക്കെ, അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് അഗ്രസീവ് എൻട്രി മോഡലിൽ എൻട്രീസ് പുഷ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് പെനട്രേഷൻ ക്യാൻഡിൽ അതുപോലെ തന്നെ റിജക്ഷൻ ക്യാൻഡിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ വെയിൽ സ്കോപ്പിൽ നമ്മൾ എങ്ങനെ ഒരു റിജക്ഷൻ ക്യാൻഡിൽസും കാര്യങ്ങളും എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി നെക്സ്റ്റ് കാര്യം, ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, വി യൂസ് 30 minutes, 1 hour, 2 hour, 4 hour ടൈം ഫ്രെയിംസ്. ഓക്കെ, അതായത് എൻട്രിയും അതുപോലെ തന്നെ സെറ്റപ്പ് ബിൽഡ് ചെയ്യുന്നതും സെയിം ടൈം ഫ്രെയിമിലാണ്. ഇനി ഒരു അഡ്വാൻസ് പാറ്റേൺസ് ഓഫ് ദ വെയിൽ സ്കോപ്പ് മോഡലാണ്. ഓക്കെ, അപ്പം അഡ്വാൻസ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഇവിടെ മാർക്കറ്റ് കറക്റ്റായിട്ട് എന്താണ്, മാർക്കറ്റ് ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു വന്ന മാർക്കറ്റ്. ദെൻ ഇവിടെ ഒരു ലോവർ ഹൈയിൽ സപ്ലൈ സോൺ ഉണ്ട്, ഇവിടെ മാർക്കറ്റിൽ സപ്ലൈ സോൺ ഉണ്ട്, മാർക്കറ്റിൽ ഇവിടെ സപ്ലൈ സോൺ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് കറക്റ്റ് താഴോട്ടിറങ്ങാണ്ട് മാർക്കറ്റ് കറക്റ്റ് മുകളിലോട്ട് കയറിപ്പോയി. ഓക്കെ, എന്തുകൊണ്ട്, അവിടെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് എൻട്രി എടുക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആവുന്നു. ഓക്കെ, നെക്സ്റ്റ് ഹിറ്റ് ആയതിനു ശേഷം നമുക്ക് അതിന് മുകളിൽ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു സപ്ലൈ സോൺ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സപ്ലൈ സോൺ ഉണ്ട് എങ്കിൽ ഒന്നാമത്തെ, പലരും സപ്ലൈ സോണിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ദെൻ ഈ വെയിൽ സ്കോപ്പ് മോഡൽ അറിയാവുന്നവർ മാർക്കറ്റിന് ആ ഒരു മോഡൽ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഒരു ലോവർ ഹൈ അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ സോണിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഒരു വെയിൽ സ്കോപ്പ് മോഡൽ ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, ക്രിയേറ്റ് ആയി എന്ന് വിചാരിക്കുക. തൊട്ട് മുകളിലായിട്ടൊരു ഇൻഎഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ് നമ്മളുടെ ഈ ഒരു എൻട്രിക്ക് വളരെയധികം വിൻ റേറ്റ് കൂടുതലാണ്. അതായത് വെയിൽ സ്കോപ്പ് കറക്റ്റ് ക്രിയേറ്റ് ആയത് അല്ലെങ്കിൽ വെയിൽ സ്കൂപ്പ് മോഡൽ, ഓക്കെ, ആ ഒരു വെയിൽ സ്കൂപ്പ് മോഡൽ കറക്റ്റ് പോയി ടാപ്പ് ചെയ്തത് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് എങ്കിൽ കുറച്ചുകൂടി വിൻ റേറ്റ് കൂടുതലാണ്, മാർക്കറ്റ് താഴോട്ടിറങ്ങി വരും, കൺഫേം ആണ്. ഓക്കെ, കാര്യം അത്രയധികം പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വെയിൽ സ്കൂപ്പ് ക്രിയേറ്റ് ആയി. അപ്പം ആ രീതിയിൽ നമുക്ക് താഴോട്ട് എൻട്രി പുഷ് ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സപ്ലൈ സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ, മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നത്തെ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിജക്ഷൻസ് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്ന പോലത്തെ എക്സാമ്പിൾസ് അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഗൾഫിംഗ് ക്യാൻഡിലിൽ എൻട്രി പുഷ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആ ഒരു റിജക്ഷൻ മുകളിലായിട്ട് വെക്കാം. ഇനി ടാർഗറ്റ് എവിടം വരെ വെക്കാമെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് കൺസർവേറ്റീവ് എൻട്രി മോഡൽ എന്താണെന്ന് നിങ്ങൾ അറിയണം. എന്താണ് കൺസർവേറ്റീവ് എൻട്രി മോഡൽ? 2 ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 2 ടൈം ഫ്രെയിംസ് ആണ്. അതുകൊണ്ടാണ് കൺസർവേറ്റീവ് എൻട്രി മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യും, അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യും, ഈ എൻട്രി പുഷ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം മാർക്കറ്റിനെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ വാച്ച് ചെയ്യും. എങ്ങനെ? മാർക്കറ്റ് ഹൈ തന്നു, ലോ തന്നു, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇവിടെ ഇൻഎഫിഷ്യൻസി ഉണ്ട്. സോ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയി. ഓക്കെ, ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് ഒരു ഹയർ ഹൈ തന്നു. ദെൻ മാർക്കറ്റ് നെക്സ്റ്റ് ഒരു ഹയർ ഹൈ തരാൻ കഴിയാണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങി വരുന്നു, നേരെ ഈ ഡിമാൻഡ് സോണിൽ വന്ന് മിതിഗേറ്റായി. അങ്ങനെ മിതിഗേറ്റായി എങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും നോക്കുക.
ഓക്കെ, ദെൻ മാർക്കറ്റ് അവിടെ നിന്നും താഴോട്ടിറങ്ങി ഈ ഒരു ഹയർ ലോയ്ക്ക് താഴെയുള്ള പെൻഡിങ് ഓർഡേഴ്സ് എടുത്താൽ, ഓക്കെ, എന്താണ് ആ ഒരു പെൻഡിങ് ഓർഡേഴ്സ് എടുത്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ ഈ ഒരു കൺസർവേറ്റീവ് എൻട്രിയിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ്, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യുന്നു, ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു 1 ഹവറിൽ നിന്നും ഒരു 5 മിനിറ്റ്സിലോട്ടോ അല്ലെങ്കിൽ 4 ഹവറിൽ നിന്നും 50 മിനിറ്റ്സിലോട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിനു ശേഷം ഇതുപോലെ ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇങ്ങനെ ലോവർ ലോ ലോവർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു ലോവർ ലോ, ലാസ്റ്റ് ലോവർ ലോ തന്നതിന് ശേഷം മാർക്കറ്റ് നെക്സ്റ്റ് ഒരു ലോവർ ലോ തരാൻ കഴിയാണ്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിയാൽ, അതായത് ഈ ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിയാൽ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ദെൻ നമുക്ക് അതിനപ്പുറം ഒരു എൻട്രി എടുക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് ലോവർ ടൈം ഫ്രെയിമിൽ ഈ ചോച്ച് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അങ്ങനെ നമുക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യവും കൂടെ നോക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആ ഒരു ഫിപ് ടൂൾ ഉപയോഗിച്ച് ആ ഒരു ഡിസ്കൗണ്ട് ഏരിയ കൂടി കണ്ടെത്തിയാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ആ ഒരു 0.618 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്താൽ ഏറ്റവും ബെറ്ററാണ്, മുകളിലോട്ട് കൺഫേം ആയിട്ട് റിവേഴ്സൽ കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യമാണ് ഈ ഒരു കൺസർവേറ്റീവ് എൻട്രി മോഡലിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് കൺസർവേറ്റീവ് എൻട്രി മോഡലിൽ, അതായത് വെയിൽ സ്കോപ്പ് ഉപയോഗിച്ച് വെയിൽ സ്കോപ്പിൻ്റെ ഒരു ഭാഗമായ കൺസർവേറ്റീവ് എൻട്രി മോഡൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടൈം ഫ്രെയിംസ്, വെയിൽ സ്കോപ്പ്. ഓക്കെ, വെയിൽ സ്കോപ്പ് യൂസ് ചെയ്യുന്ന ഒരു എൻട്രി ടൈം എന്ന് പറയുമ്പോൾ 1 hour to 5 minutes, അതുപോലെ തന്നെ 50 minute വെച്ചാൽ 1 minute, 4 hour വെച്ചാൽ 50 minutes, അതുപോലെ തന്നെ ഡെയിലി വെച്ചാൽ 1 hourലും മന്ത്ലി ഡെയിലി. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് കൺസർവേറ്റീവ് എൻട്രി മോഡൽ, അതായത് വെയിൽ സ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് കൺസർവേറ്റീവ് എൻട്രി മോഡലിൽ 1 ഹവറിൽ നിങ്ങൾ സെറ്റപ്പ് ബിൽഡ് ചെയ്താൽ 5 മിനിറ്റ്സിലും 50 മിനിറ്റ്സിൽ സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയാൽ അത് 1 മിനിറ്റിൽ എൻട്രി എടുക്കാം. 4 ഹവറിലാണെങ്കിൽ 50 മിനിറ്റ്സിൽ, ഡെയിലി ആണെങ്കിൽ 1 ഹവറിൽ, മന്ത്ലി ആണെങ്കിൽ ഡെയിലി. ഈ രീതിയിൽ നമുക്ക് എൻട്രികൾ പുഷ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റും, യൂറോ USDയുടെ ചാർട്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊന്നും, ഇവിടെ ഇന്നെഫിഷ്യൻസി ഉണ്ട്. സോ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. ഓക്കെ, സപ്ലൈ സോൺ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. ദെൻ മാർക്കറ്റ് താഴോട്ടിറങ്ങി, നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വന്നു. ദെൻ ചെറുതായിട്ടൊന്ന് പമ്പ് ചെയ്തു മുകളിലോട്ട്, ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നു. ഓക്കെ, താഴോട്ട് വന്നു. ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു വെയിൽ സ്കൂപ്പ് എൻട്രി മോഡലിനാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് എൻട്രി ഉണ്ടോ, ഇവിടെ എൻട്രി ഉണ്ടോയെന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും എൻട്രി ഇല്ല. ഇതൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ആണ്, ഒരു ട്രാപ്പിംഗ് ഏരിയ ആണ്. എന്തുകൊണ്ട്, ഇവിടെ കുറച്ചുകൂടി സെൽ ഓർഡേഴ്സ് വേണം. ഓക്കെ, അങ്ങനെ സെൽ ഓർഡേഴ്സ്, അതായത് സ്മാർട്ട് മണി വർക്കാവാൻ കുറച്ചുകൂടി സെൽ ഓർഡേഴ്സ് വേണം. അങ്ങനെ സെൽ ഓർഡേഴ്സ് വേണമെങ്കിൽ എന്താണ്, റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കും. അങ്ങനെ ട്രാപ്പിലാക്കുമ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നവരെ സ്റ്റോപ്പ് ലോസ് എല്ലാം അടിക്കും. അങ്ങനെ ഇവിടെ എന്താ ഉണ്ടാവും, സെൽ ഓർഡേഴ്സ് അധികം കാണും. ആ ഒരു അധികം കിടക്കുന്ന പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം കൂടെ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയാൽ, ദെൻ ഇവിടുത്തെ ലിക്വിഡിറ്റി കൂടി മാർക്കറ്റ് സ്വീപ്പ് ചെയ്താൽ, അങ്ങനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു വെയിൽ സ്കൂപ്പ് മോഡൽ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു റിജക്ഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻട്രി ഈ ഒരു റേഞ്ചിൽ നിന്ന് താഴോട്ട് എടുക്കാൻ പറ്റും. ഇതൊരു 1 hour ചാർട്ടാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അഗ്രസീവ് എൻട്രി മോഡലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിൽ എൻട്രി എടുക്കുന്നവരെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിക്കും. ഓക്കെ, അപ്പം അതുകൂടി നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് പോയി വാച്ച് ചെയ്ത് അതുകൂടി പഠിക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നു.
മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അങ്ങനെ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്താൽ നമുക്കിവിടെ എന്തുകൂടി കാണാം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ മാർക്കറ്റിൽ ഒരു ഇൻഎഫിഷ്യൻസി മൂവ്മെൻറ്റ് തന്നതുകൊണ്ട് നമുക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് എന്ത് തന്നു, ഒരു വെയിൽ സ്കൂപ്പ് മോഡൽ തന്നു. ഓക്കെ, ഒരു വെയിൽ സ്കൂപ്പ് മോഡൽ മാർക്കറ്റ് തന്നു. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ ഒരു എൻഗൾഫിംഗ് ക്യാൻഡലിൻ്റെ ക്ലോസിൽ നമുക്ക് ഈ എൻട്രി പുഷ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം, ഇവിടെ നമുക്ക് വെക്കാം. ഓക്കെ, ദെൻ ടാർഗറ്റ് നെക്സ്റ്റ് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വരെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതുപോലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. അപ്പം അഗ്രസീവ് എൻട്രി മോഡൽ ഇതാണ് ശരിക്കും അഗ്രസീവ് എൻട്രി മോഡൽ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എൻട്രി പുഷ് ചെയ്താൽ അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്തെടുക്കാം, ടാർഗറ്റ് എടുക്കാം. നല്ല എമൗണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും വിൻ റേറ്റ് കൂടി ഇത്രയും നല്ല സെറ്റപ്പ് നമുക്ക് കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു സെറ്റപ്പിന് അത്രയും ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് 1 അവറിൻ്റെ യൂറോ USDയുടെ ചാർട്ട് തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇത് നമ്മൾ ജസ്റ്റ് ഒരു 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കാണാൻ പറ്റും. ഈ ഒരു 1 അവറിലെ ചാർട്ടിൽ നമ്മൾ ഈ ഒരു റേഞ്ച് നോക്കിയാൽ മതി. ഈ ഒരു റേഞ്ചിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ചിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഈ ഒരു രീതി കിട്ടി. മാർക്കറ്റ് നല്ലൊരു റിജക്ഷൻ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ആ രീതിയിൽ ഒരു റിജക്ഷൻ തരുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു വെയിൽ സ്കൂപ്പ് ക്രിയേറ്റ് ആകുന്നു. എന്ത് ക്രിയേറ്റ് ആകുന്നു, ഒരു വെയിൽ സ്കൂപ്പ് ക്രിയേറ്റ് ആകുന്നു. മാർക്കറ്റ് അവിടുത്തെ ലിക്വിഡിറ്റി എടുക്കുന്നു. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 അവറിൽ നിന്നും 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 50 മിനിറ്റ്സിൽ നിന്നും, അതായത് 1 അവറിൽ നിന്ന് 50 മിനിറ്റ്സിലോട്ട് വരാം, 50 മിനിറ്റ്സിൽ നിന്നും 1 മിനിറ്റിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ 50 മിനിറ്റ്സിൽ നിന്നും 1 മിനിറ്റിലോട്ട് വന്നപ്പോൾ ഓക്കെ നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റി. അപ്പം ഈ രീതിയിൽ നമ്മൾ കാണുമ്പോൾ നെക്സ്റ്റ് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ എന്ത് വേണം, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൺസർവേറ്റീവ് എൻട്രി മോഡലിൽ നമുക്ക് എന്ത് വേണം, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാര്യങ്ങളും നമുക്ക് വേണം. ദെൻ നമ്മളൊരു ചോയ്സ് സപ്ലൈയിലോ അല്ലെങ്കിൽ ചോയ്സ് ഡിമാൻഡിലോ അല്ലെങ്കിൽ ദെൻ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോ ഒക്കെയാണ് നമ്മൾ എൻട്രി പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, ഇൻഎഫിഷ്യൻസി കിട്ടി 1 മിനിറ്റിൽ. ഓക്കെ, അങ്ങനെ 1 മിനിറ്റിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കിവിടെ എവിടെ എൻട്രി എടുക്കണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫിബ് ടൂൾ ഉപയോഗിച്ചു. ഫിബ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് കണ്ടെത്തി, ആ ഒരു ഡിമാൻഡ് ഏരിയ കണ്ടെത്തി. ഓക്കെ, ആ ഒരു ഡിമാൻഡ് ഏരിയ നമ്മൾ കണ്ടെത്തി. നമ്മൾ ഇവിടുന്ന് അതായത് മാർക്കറ്റ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് മനസ്സിലായി, നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു റിവേഴ്സൽ സ്റ്റാർട്ടായി. ഓക്കെ, അങ്ങനെ മാർക്കറ്റിൻ്റെ റിവേഴ്സൽ സ്റ്റാർട്ടായി എന്ന് നമുക്ക് മനസ്സിലായാൽ ഓക്കെ ഇത് കൺസർവേറ്റീവ് എൻട്രി മോഡലാണ്, അഗ്രസീവ് എൻട്രി മോഡലല്ല. അപ്പം മാർക്കറ്റ് ഈ ഒരു ലോ തന്നു, ഇവിടുന്ന് ഈ ഒരു ലോ തന്നു. ദെൻ മാർക്കറ്റ് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കല്ലേ, ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പല കാര്യങ്ങളും ഒരു എൻട്രിയിൽ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു, ഫിബ് യൂസ് ചെയ്തു. അങ്ങനെ ഫിബ് യൂസ് ചെയ്യുവാണെങ്കിൽ 0.618 ഓക്കെ എന്താണ് 0.618 മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അത്രയും വലിയൊരു ഡിസ്കൗണ്ട് ഏരിയയിൽ നമുക്ക് എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. അവിടെ എന്തൊക്കെ വേണം, മാർക്കറ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ റേഞ്ചിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കണം. അവിടെ ഒരു വെയിൽ സ്കൂപ്പ് ക്രിയേറ്റ് ആവണം. ഓക്കെ, ക്രിയേറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് ആ ഒരു മൂവ്മെൻറ്റ് തുടങ്ങുമ്പോൾ നമ്മളത് ജസ്റ്റ് ടൈം ഫ്രെയിം ജസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്തതിന് ശേഷം അതായത് 1 അവർ 50 മിനിറ്റ്സിലോട്ടോ ദെൻ 50 മിനിറ്റിൽ നിന്ന് 1 മിനിറ്റിലോട്ടോ ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കണ്ടെത്തി, ഫിബ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഒരു ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ കണ്ടെത്തി. ആ ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുള്ള ആ ഒരു ലോ എടുത്താൽ
നിങ്ങൾക്ക് ഇതുപോലെ ടാർഗറ്റ് എടുക്കാൻ കഴിയും. ഇതാണ് വെയിൽ സ്കൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം 50 മിനിറ്റ്സിൽ. ഓക്കെ, 50 മിനിറ്റ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മാർക്കറ്റ് എന്തെടുത്തു? ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മാർക്കറ്റ് കൂടെ എടുത്തതിന് ശേഷം നമ്മളിനി എന്ത് ചെയ്യും? അതൊരു 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ച് ഇതുപോലെ കിട്ടി. ഇതുപോലെ കിട്ടിയപ്പോൾ എന്തുണ്ട്? അവിടെ ഇന്നെഫിഷ്യൻസി ഉണ്ട്. പല സ്ഥലത്ത് നമുക്ക് ഇന്നെഫിഷ്യൻസി കാണാൻ പറ്റും. മാർക്കറ്റ് എന്ത് തന്നു? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് നമ്മൾ ഫിബ് യൂസ് ചെയ്തുകൊണ്ട് 0.618 മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതിൽ കൂടാണ്ട് ഇവിടെ നമുക്ക് 1 മിനിറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു 618, അതായത് നമ്മളൊരു ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം മാർക്കറ്റ് ഡിസ്കൗണ്ട് ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്താൽ, ഓക്കെ, നിങ്ങളെവിടാണ്? മാർക്കറ്റ് ആ ഒരു 618 വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് റിജക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് എവിടെയായിട്ട് വെക്കുക? ആ ഒരു ഓർഡർ ബ്ലോക്കിന് മുകളിലായിട്ട് വെക്കുക. അതാണ് കറക്റ്റ് എൻട്രി മെത്തേഡ്. ഓക്കെ, ഉറപ്പായിട്ടും ടാർഗറ്റ് ഹിറ്റ് ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു റേഞ്ച് തന്നെ വെക്കാൻ വേണമെങ്കിൽ, ഓക്കെ, ഈ ഒരു റേഞ്ച് വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് ലോ ആയിട്ട് നമുക്ക് സെക്കൻഡ് ടാർഗറ്റും സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ മാർക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ബ്ലോക്കിന് മുകളിലായിട്ട് വെക്കണമെന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് അടുത്ത് വരെ മാർക്കറ്റ് വന്നു, ദെൻ മാർക്കറ്റ് താഴോട്ടിറങ്ങിപ്പോയി. അപ്പം ഇതാണ് വെയിൽ സ്കൂപ്പ് എൻട്രി മോഡൽ. ഓക്കെ, ഇതാണ് വെയിൽ സ്കൂപ്പ് എൻട്രി മോഡൽ. അതായത് അഗ്രസീവ് എൻട്രി മോഡൽ, അതുപോലെ തന്നെ കൺസർവേറ്റീവ് എൻട്രി മോഡൽ. ഓക്കെ, അപ്പം അത്രയധികം വിൻ റേറ്റ് കൂടിയ ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു വെയിൽ സ്കൂപ്പ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് ലിക്വിഡിറ്റി ആയതുകൊണ്ട് അത്രയധികം വിൻ റേറ്റ് കൂടുതലാണ്. ഓക്കെ, കാര്യം എന്താണ്? മാർക്കറ്റിനെ പമ്പ് ചെയ്യിക്കുന്നത് പെൻഡിങ് ഓർഡേഴ്സ് അല്ലെങ്കിൽ ലിക്വിഡിറ്റീസ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വെയിൽ സ്കൂപ്പ് എൻട്രിക്ക് അത്രയധികം വിൻ റേറ്റ് ഉണ്ട് എന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു എൻട്രി മെത്തേഡ്, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ കുറച്ച് ക്യാൻഡിൽ സ്റ്റിക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ കൺസർവേറ്റീവ് എൻട്രി മോഡൽ, അഗ്രസീവ് എൻട്രി മോഡൽ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെയറായിട്ടുള്ള ഈ ഒരു എൻട്രി മോഡൽ, ഓക്കെ, പഠിക്കുക, നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുക. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.